ദിവസം കൊണ്ട് നിങ്ങളുടെ മുടി അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ള റെമഡിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോണത്. ഇതിൻ്റെ ഒരു റിസൾട്ട് എത്ര മാത്രം എന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം തന്നെ നല്ല രീതിക്ക് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അമ്മയ്ക്ക് 57 വയസ്സുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് പ്രായം കൂടുതലായതുകൊണ്ട് തന്നെ മുടി കൊഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുടി വളരില്ല എന്നുള്ളതായിരുന്നു അമ്മയുടെ ടെൻഷൻ. അമ്മ മുടിയൊക്കെ വളരും, അമ്മ കൊഴിഞ്ഞു പോയാലും പൊയ്ക്കോട്ടെ, അതൊന്നും അമ്മ ആലോചിച്ച് ടെൻഷൻ ആവണ്ട, അമ്മയുടെ മരണം വരെയും അമ്മയ്ക്ക് മുടി വളർന്നുകൊണ്ടേ ഇരിക്കുന്നു പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ടോണർ അമ്മയ്ക്ക് കൊടുക്കണത് കേട്ടോ. ഒരു തവണ ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു, പിന്നെ ഫുള്ളായിട്ട് അമ്മ തന്നെയാണ് കേട്ടോ അങ്ങോട്ട് ചെയ്തത്. 45 ദിവസം, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ എത്ര ദിവസമാണെന്നുള്ളത്. 40-45 ദിവസത്തിനുള്ളിൽ നമ്മുടെ മുടിയിൽ വന്നിരിക്കുന്ന ആ ഒരു മിറാക്കിളായിട്ടുള്ളൊരു ചേഞ്ചസ് എന്ന് വെച്ചാൽ ഡിഫറൻസ് നമുക്ക് 7 ദിവസത്തിൽ അറിയാൻ പറ്റും. എന്നാലും മുടി അങ്ങോട്ട് വളർന്നു വരുന്നതിന് ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നല്ലൊരു വ്യത്യാസം കിട്ടും. അമ്മയ്ക്ക് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ 7 ദിവസത്തെ കണക്ക് പറഞ്ഞത് 7 ദിവസത്തിനുള്ളിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ മുടി വളരുന്നത്. പിന്നെ അങ്ങോട്ട് ചെയ്യുമ്പോൾ സൂപ്പറായിട്ട് എന്താ പറയാന്നുള്ളത് എനിക്കറിയില്ല, അത്രമാത്രം റിസൾട്ട് തരുന്ന ഒരു റെമഡിയാണ്. അപ്പം അമ്മയുടെ തെളിവും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ റോസ്മേരി. റോസ്മേരിയുടെ ഹൈപ്പ് ദിവസം കൂടുന്തോറും കൂടി വരികയാണല്ലേ. അതിൻ്റെ വലിയൊരു തെളിവാണ് അമ്മയ്ക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു മിറാക്കിളായിട്ടുള്ളൊരു റിസൾട്ട് കേട്ടോ. അപ്പോൾ റോസ്മേരി നമുക്കിപ്പോൾ എല്ലായിടത്തും കിട്ടും, കാരണം തരംഗമാണല്ലോ. അപ്പോൾ റോസ്മേരി ഇല്ലാത്ത കടകളില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷോപ്പിൽ പോയാലും റോസ്മേരി കിട്ടും. നിങ്ങൾക്ക് ഓൺലൈനിൽ വേണമെങ്കിലും ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ എല്ലാത്തിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ റോസ്മേരി 2 ടേബിൾ സ്പൂൺ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി രണ്ടാമതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ സ്വന്തം ഉലുവയാണ് കേട്ടോ. നമ്മുടെ റോസ്മേരിയൊക്കെ ഇപ്പോൾ വന്നതാണ്, പക്ഷേ ഉലുവ പണ്ട് മുതൽ തന്നെ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഒരുപാട് റിസൾട്ട് തന്നിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമ്മുടെ റോസ്മേരിയെ പോലെ തന്നെ മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ ഉലുവ അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ എല്ലാ ഹെയർ കെയറിലും അത് നിങ്ങൾക്ക് കാണാനും കഴിയും. ഉലുവയില്ലാത്തൊരു പാക്ക് എനിക്കില്ല കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നിറച്ചും ഉലുവയും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയും ഈ പറഞ്ഞതുപോലെ അറിയാലോ, മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനൊക്കെ വളരെ നല്ലതാണ്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ ഞാൻ ആദ്യം തന്നെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ റോസ്മേരി ഉണ്ടല്ലോ, അതൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കി വരുന്നത് കൊണ്ട് തന്നെ പൂഴികളും പൊടികളൊക്കെ പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കഴുകിയെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം കറക്റ്റ് 1.5 ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നേരെ അടുപ്പത്ത് കൊണ്ട് നമ്മൾ വെക്കാം. നമ്മളിത് നേരെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു 10 to 15 മിനിറ്റ് നേരം, 15 മിനിറ്റിൻ്റെ ഉള്ളിൽ, 15 മിനിറ്റിൽ കൂടുതലാവണ്ട, 10 to 15 മിനിറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ പരുവം. ആ ഒരു സമയം വரைക്കും നല്ലതുപോലെ നമ്മൾ വെട്ടിത്തിളപ്പിക്കണം. വെട്ടിത്തിളയ്ക്കുമ്പോഴാണ് നിങ്ങൾ അടച്ച് വെച്ച് തിളപ്പിക്കുക കേട്ടോ, ചൂടാക്കി എടുക്കുക. കാരണം ഇതിൻ്റെ ആവിയും പുകയൊന്നും പോവാതിരിക്കുമ്പോഴാണ് കൂടുതൽ നല്ലത്. ഇതിപ്പോൾ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ കാണിക്കണത്. അങ്ങനെ നമ്മൾ നല്ലപോലെ 10 മിനിറ്റൊക്കെ തിളപ്പിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ റോസ്മേരിയുടെയും നമ്മുടെ ഉലുവയുടെയും നമ്മുടെ കറിവേപ്പിലയുടെ ഗുണങ്ങളൊക്കെ തന്നെ ഇതിലോട്ട് വരുള്ളൂ. നമ്മുടെ റോസ്മേരി ഹൈപ്പാണ്, ബാക്കിയുള്ളതൊക്കെ മുടി വളരാൻ നല്ലതായതുകൊണ്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോഴുണ്ടല്ലോ, ഇത് 3ഉം കൂടിയിട്ടുള്ള കോംബോ ഇനിയുമേ ബെറ്റർ റിസൾട്ട് ആയിരിക്കും. അപ്പം ഞാൻ നല്ലപോലെ 10 മിനിറ്റ് ഒരു 12 മിനിറ്റ് ഒക്കെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ അളവും കാര്യങ്ങളും കളറും ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് അരിച്ചെടുത്തിട്ട് ഈ ഒരു വെള്ളം നമ്മൾ നേരത്തെ അളന്ന ഗ്ലാസ്സിലോട്ട് ഞാൻ ഒഴിക്കുന്ന സമയത്ത് കറക്റ്റ് ഒരു 1/4 ഗ്ലാസ്, 1 ഗ്ലാസ് തികച്ചില്ല, 1/4 ഗ്ലാസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിന് പാതി, നമ്മൾ 2 ഗ്ലാസ് ഒഴിച്ചു കൊടുത്താലും നമുക്ക് 1 ഗ്ലാസ് കിട്ടും. ഇപ്പം ഞാൻ 1.5 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തപ്പോൾ എനിക്ക് 1/4 ഗ്ലാസ് ഇങ്ങനെ വരണം. ഇത്രയും ചുരുങ്ങുമ്പോഴാണ് അതിൻ്റെ ഗുണങ്ങളൊക്കെ തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ. അതിനുശേഷം ഇതേപോലുള്ളൊരു സ്പ്രേ ബോട്ടിലിൽ നമുക്ക് ഒഴിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം. ആകെ ഈ ഒരു ബോട്ടിലിന് 30 രൂപയുള്ളൂ കണ്ടോ. ഞാൻ സ്റ്റിക്കർ പോലും എടുത്ത് കളഞ്ഞിട്ടില്ല. വെറും 30 രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു സ്പ്രേ ബോട്ടിലിൽ. പിന്നെ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ്ഫുൾ ആണല്ലോ. ഇങ്ങനെയുള്ള ടോണേഴ്സൊക്കെ ഒഴിച്ച് വെക്കാനും പറ്റും. പിന്നെ നമ്മൾ വേറൊരു ബോട്ടിലിൽ ആക്കി വെക്കേണ്ട. ഇതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ സ്കാൽപ്പിലോട്ട് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്.
എഫക്റ്റീവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സ്പ്രേ ബോട്ടിൽ ഞാൻ വാങ്ങിച്ചു വെക്കാൻ വേണ്ടി പറയണത് കേട്ടോ. ഇനി നമ്മുടെ റോസ്മേരിയുടെ ഈ ഒരു ടോണർ ഉപയോഗിക്കേണ്ട വിധവും കൂടി ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും അറിയില്ല കേട്ടോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ടോണർ ഉപയോഗിക്കേണ്ടത് രാത്രിയും രാവിലെയും ഉപയോഗിക്കാം. നമുക്ക് 2 നേരം വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് രാവിലെയാണ് കേട്ടോ. ഞാൻ ഇന്നലെ ഷാമ്പൂ ഒക്കെ ഇട്ട് ഹെയർ വാഷ് ചെയ്തതാ. പിറ്റേ ദിവസം ഇന്ന് രാവിലെ ഞാൻ ഇന്ന് ഹെയർ വാഷ് ചെയ്യണില്ല, പകരം നമ്മുടെ റോസ്മേരിയുടെ ഈ ഒരു സ്പ്രേ ഉണ്ടല്ലോ, ഇത് സ്കാൽപ്പിൽ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഇന്ന് രാത്രി വീണ്ടും ഞാൻ ഇത് സ്പ്രേ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ ഒരു ടോണർ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ വാഷ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇനിയിപ്പോൾ ചില ആളുകൾക്ക് നിർബന്ധമായിട്ടും എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യണം എന്നുള്ള ആളുകൾ ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോണർ നിങ്ങൾ സ്കാൽപ്പിൽ സ്പ്രേ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് നേരം വെക്കുക, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്. അത് കഴിഞ്ഞ് നിങ്ങൾ വെറുതെ പോയിട്ട് പച്ചവെള്ളത്തിൽ മുടി കഴുകിയെടുക്കുക. ഒരിക്കലും ഷാമ്പു ഒന്നും ഇട്ട് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യാതിരിക്കുക കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ടോണർ ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് 2 നേരം ഉപയോഗിക്കാൻ പാടാണ്, സമയമില്ല എന്നുണ്ടെങ്കിൽ രാത്രി നമുക്ക് എല്ലാവർക്കും ചെയ്യാമല്ലോ, ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ എല്ലാവരും രാത്രിയിൽ ഉപയോഗിക്കുക. രാത്രിയിൽ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ വകച്ചിലെടുക്കുക, നിങ്ങളുടെ സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മളിത് കോരി ഒഴിക്കണില്ല, നമ്മൾ നല്ലപോലെ നമ്മുടെ സ്കാൽപ്പ് വകച്ചിലെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ മുൻപിലോട്ട് മുടി ഇട്ടതിന് ശേഷം ബാക്ക് സൈഡിലും കൂടെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്ത് നല്ലൊരു മസാജും കൂടെ കൊടുക്കുക. മസാജ് കൊടുക്കുമ്പോഴുണ്ടല്ലോ ഈ ഒരു ടോണർ നമ്മുടെ സ്കാൽപ്പിൽ ഈവൺ ആയിട്ട് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുവഴി നമുക്ക് ഈവൺ ആയിട്ടുള്ള എല്ലായിടത്തും ഒരേപോലുള്ള ഹെയർ ഗ്രോത്ത് നമുക്ക് കിട്ടും. നിങ്ങളിത് യൂസ് ചെയ്ത് കറക്റ്റ് ഒരു 7 ദിവസത്തിനുള്ളിൽ നല്ലൊരു ചേഞ്ചസ് നിങ്ങളുടെ മുടിയിൽ കാണാൻ കഴിയും. പിന്നെ നിങ്ങൾ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസമൊക്കെ യൂസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങളുടെ മുടിയുടെ ഗ്രോത്ത് കണ്ട് നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു സിമ്പിളായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള റെമഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻ്റായിട്ട് ചോദിച്ചോളൂ. തീർച്ചയായിട്ടും ഞാൻ അതിനുള്ള റീപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ഫ്രം രമ്യ.